ഉപതെരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയങ്ക ഗാന്ധിയുടെ വിജയം ചോദ്യം ചെയ്ത് ബി.ജെ.പി. പ്രിയങ്ക ഗാന്ധിയുടെ വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട ബി.ജെ.പി. സ്ഥാനാർത്ഥിയായിരുന്ന നവ്യ ഹരിദാസ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു. സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചാണ് പ്രിയങ്ക വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്നാണ് നവ്യ ഹരിദാസ് ഹർജിയിൽ ആരോപിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി തന്റെയും കുടുംബത്തിന്റെയും സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചുവെന്ന് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ബി.ജെ.പി. ആരോപിച്ചിരുന്നു. എന്നാൽ ബി.ജെ.പിയുടെ പരാതി തള്ളിക്കൊണ്ട് പ്രിയങ്കയുടെ നാമനിർദ്ദേശ പത്രിക വരണാധികാരി സ്വീകരിച്ചു. എന്നാൽ പ്രിയങ്കയുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കാൻ പാടില്ലായിരുന്നുവെന്ന് ബി.ജെ.പി. അഭിപ്രായപ്പെട്ടു. സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചതോടെ വോട്ടർമാരിൽ തെറ്റായ സ്വാധീനം ചെലുത്തുന്ന നടപടിയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും ഇവർ ആരോപിക്കുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ ഭർത്താവ് റോബർട്ട് വാദ്രയുടെ സ്വത്ത് വിവരങ്ങൾ രേഖപ്പെടുത്തിയതിൽ വലിയ ക്രമക്കേടുകളുണ്ടെന്ന വാദമാണ് ബി.ജെ.പി. പ്രധാനമായും ഉയർത്തുന്നത്. പ്രിയങ്ക ഗാന്ധിക്കെതിരെ നിയമപരമായി മുന്നോട്ടു പോകാനാണ് ബി.ജെ.പി. തീരുമാനിച്ചിരിക്കുന്നത്. ആദായ നികുതി കണ്ടെത്തിയ റോബർട്ട് വാദ്രയുടെ സ്വത്തും പ്രിയങ്ക സത്യവാങ്മൂലത്തിൽ നൽകിയ കണക്കുകളും തമ്മിൽ വലിയ പൊരുത്തക്കേടുണ്ടെന്നാണ് ബി.ജെ.പി. അവകാശപ്പെടുന്നത്. 2010-21 കാലയളവിൽ ബാന്ദ്രയ്ക്ക് 80 കോടി രൂപയോളമാണ് ആദായ നികുതി വകുപ്പ് നികുതി ചുമത്തിയത്. ഇതിൽ തന്നെ 2019-20 കണക്ക് വരുമ്പോൾ 24 കോടിയിലേറെ വരും. എന്നാൽ 6,55,00,000 രൂപയാണ് ബാന്ദ്രയുടെ ആസ്തിയായി പ്രിയങ്ക ഗാന്ധി സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയത്. ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ബി.ജെ.പി. പ്രിയങ്കയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. അതേസമയം തന്റെ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. കള്ളപ്രചാരണം നടത്തുകയാണെന്നാണ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണം. എല്ലാ സ്വത്തുക്കളെയും കുറിച്ച് സത്യവാങ്മൂലത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്, ഒന്നും മറച്ചുവെച്ചിട്ടില്ല. നാമനിർദ്ദേശ പത്രിക വരണാധികാരി സ്വീകരിച്ചതോടെ ഇത് വ്യക്തമാണെന്നും പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കി.